ഹലോ ഫ്രണ്ട്സ്, BLO ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എപ്പിസോഡ് 2 കിൽ ടു ലവിൻ്റെ എപ്പിസോഡ് 2 നമ്മൾ കണ്ടത് അവസാനം ഷൊഹയും ദ്വാൻ സിയാങ്ങും തമ്മിലുള്ള ഒരു സംഭാഷണമായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ട് നമ്മുടെ ഷുഹയോട് ദ്വാൻ സിയാങ് ചോദിക്കുന്നുണ്ട്, എനിക്ക് ക്രൗൺ പ്രിൻസിനെ കണ്ടാൽ കൊള്ളാമെന്നുണ്ടെന്ന്. അപ്പോൾ അതിനുത്തരം പറയാതെ ഷുഹെ പറയാണ്, വേഗം തന്നെ റെസ്റ്റ് എടുക്കൂ, പെട്ടെന്ന് തന്നെ മുറിവൊക്കെ ഉണങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഷുഹെ പോവുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഷുഹൈ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്. അതെന്താണ് എഴുതുന്നത് നമുക്ക് പിന്നീട് മനസ്സിലാവും. അതിനുശേഷം ഷുഹൈ ഇങ്ങനെ ഒരു തെരുവിലൂടെ നടന്നു പോകുന്നുണ്ട്. കുറേ അവിടെ വഴിയോര കാഴ്ചകളെല്ലാം നമുക്കതിൽ കാണുന്നുണ്ട്. അങ്ങനെ ഷുഹൈ ഒരു സ്ഥലത്ത് കയറിയിട്ട് അവിടെ പോയിട്ട് അവിടെ സിത്താർ വെച്ചിട്ടുണ്ട്. ആ സിത്താർ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ എന്തൊക്കെയോ ഓർമ്മകൾ അവൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. ഓർമ്മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഷുഹൈയും ഷുക്കിയാനും, ബ്രദറാണ് ഷുക്കിയാൻ, ക്രൗൺ പ്രിൻസ്, മറന്നിട്ടില്ലല്ലോ അല്ലേ? അപ്പോൾ ഷുക്കിയാനും ഷുഹയും തമ്മിലുള്ള ഒരു സുന്ദര നിമിഷങ്ങൾ ആലോചിക്കുകയാണ്. അവർ തമ്മിലുള്ള സ്നേഹം എങ്ങനെയായിരുന്നു. അങ്ങനെ ഷുക്കിയാന് വേണ്ടിയിട്ട് ഷുഹൈ ഒരു പ്രത്യേക മ്യൂസിക് സിത്താറിൽ കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഷുക്കിയാൻ അത് ഭയങ്കര സ്നേഹത്തോടു കൂടി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം ഷുഹയുടെ കൈ പെട്ടെന്ന് സിത്താറിലെ ആ കമ്പിയിൽ കൊണ്ടിട്ട് മുറിയുന്നുണ്ട്. മുറിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് ഒക്കെ ഭയങ്കര കെയർ ചെയ്തുകൊണ്ട് ഷുക്കിയാൻ നോക്കുന്നു. എന്നിട്ട് ആ പൊട്ടിയ ആ കമ്പിക്ക് പകരം വേറെ കമ്പി അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷുഹൈക്ക് ഭയങ്കര സന്തോഷമാവും. ഷുഹൈ പറഞ്ഞു, ഓ ബ്രദർ, ഭയങ്കര സന്തോഷം. ഞാൻ വിചാരിച്ചു എൻ്റെ മാസ്റ്റർ പറയുന്ന പോലെ ഞാനും ഒരു യൂസ്ലെസ് ആണെന്ന് ബ്രദർ പറയുന്നു. പക്ഷെ ബ്രദർ ചിരിക്കുകയാണ്. അപ്പം തന്നെ നമുക്ക് അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം എത്രയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അങ്ങനെ ആ ഒരു ഓർമ്മകൾക്കിടയിൽ പെട്ടെന്ന് പിന്നെ നമ്മൾ കാണുന്നത് ഷുക്യാൻ്റെ ബർത്ത്ഡേക്ക് ദുഹാൻ സിയാങ് ഷുഹയോട് ഷുക്യാൻ ഗിഫ്റ്റ് ചോദിക്കുകയാണ്. അത് പ്രത്യേകിച്ചും ദേഷ്യം കൊണ്ടാണ്. കാരണം അവരുടെ അച്ഛൻ ഷുഹയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷുക്യാൻ ചോദിക്കുകയാണ്, എനിക്കുള്ള ഗിഫ്റ്റ് എവിടെയെന്ന്. അപ്പോൾ ഷുഹൈ പറയാണ്, തീർച്ചയായിട്ടും ഞാൻ തരാം, ലേക്കിൻ്റെ സൈഡിലേക്ക് വരുമെന്ന് പറയാണ്. എന്നിട്ട് ലേക്കിൻ്റെ സൈഡിൽ ചെന്നിട്ട് അവർ സിത്താർ വായിക്കുകയാണ്. പണ്ട് അവരെപ്പോഴും സിത്താർ വായിച്ചുകൊണ്ടിരുന്ന അതേ സ്ഥലത്തിരുന്നിട്ട്. എന്നിട്ട് അങ്ങനെ വായിച്ചിട്ട് ഷുക്യാൻ വിചാരിക്കുകയാണ്, ഓ ഈ സിത്താറാണോ എനിക്കുള്ള ഗിഫ്റ്റ് എന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഷുഹൈ സിത്താറിൻ്റെ ആ കമ്പി അങ്ങോട്ട് പൊട്ടിച്ചെടുക്കും. ആ കമ്പിയാണ് പണ്ട് ഷുക്യാൻ ഗിഫ്റ്റായിട്ട് കൊടുത്ത കമ്പി. അതങ്ങോട്ട് പൊട്ടിച്ചെടുത്തിട്ട് അതൊരു പെട്ടിയിലാക്കി കൊടുക്കും. എന്നിട്ട് പറയും, ഇനി എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അങ്ങനെ ഷുഹൈക്ക് അത്രയും ദേഷ്യം വന്നിട്ടുണ്ട്. അങ്ങനെ ഷുക്യാൻ ആ ഗിഫ്റ്റ് എടുത്തിട്ട് നേരെ ലേക്കിലേക്ക് വലിച്ചെറിയും ദേഷ്യം വന്നിട്ട്. അപ്പോൾ അതിന് ശേഷം പിന്നീട് അവർ രണ്ടുപേരും ദേഷ്യത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അത്രയ്ക്കും അധികം ഷുഹൈക്ക് ഹർട്ടായി കഴിഞ്ഞു. കാരണം ക്രൗൺ പ്രിൻസ് ആയതിനു ശേഷം ഭയങ്കരമായിട്ട് ഷുക്യാൻ ദ്രോഹിക്കുകയാണ്. ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പിന്നെ കാണിക്കുന്ന സീനിൽ നമ്മുടെ ദുവാൻ സിയാങ് ഷുഹേനെ ഫോളോ ചെയ്തുകൊണ്ട് ആ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ ആൾ പെട്ടെന്ന് ദുവാൻ സിയാങ്ങിനെ ഷുക്കിയാനാണെന്ന് തെറ്റിദ്ധരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലെറ്റർ അയച്ചിരിക്കുന്നത് ഷുക്കിയാന് വേണ്ടിയിട്ടാണ്, ഷുക്കിയാനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ഷുഹെ സൗണ്ട് കേട്ടിട്ട് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ദുവാൻ സിയാങ് ആണ്. അപ്പോൾ പെട്ടെന്ന് ബ്രദർ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നത് സ്വന്തം ബ്രദറാന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ചോദിക്കും, നീ എന്തിനാ എന്നെ ഫോളോ ചെയ്ത് ചോദിക്കുമ്പോൾ ദുവാൻ സിയാങ് പറയും, 2 ദിവസം മുമ്പല്ലേ നിനക്ക് ഒരു അക്രമം ഉണ്ടായത്, അതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ നിന്നെ ഫോളോ ചെയ്തതാന്ന് പറയും. അപ്പോൾ ഷുഹൈ ഭയങ്കര ഇമോഷണലായിട്ട് പറയും, എന്നെ ആർക്കും വേണ്ട, എന്തുകൊണ്ടാണ് എൻ്റെ ബ്രദർ എന്നോട് ഇങ്ങനെ ആയിപ്പോയത്, ഞങ്ങൾ എത്ര സ്നേഹത്തിലായിരുന്നു, എത്ര വർഷമായി ഞാൻ ആൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു, എനിക്കിനി അങ്ങനെ ഒരു ബ്രദർ ഉണ്ടാവില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഷുഹൈ കുറേ സമാധാനിപ്പിക്കുന്നുണ്ട്. ഷുക്കിയാൻ എന്നിട്ട് ഷുക്കിയാൻ ഇതൊക്കെ കേട്ടിട്ട് അവിടെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ സംഭാഷണങ്ങളും ഷുക്കിയാൻ കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഷുഹൈ പറയുകയാണ്, ഞാൻ ഈ സിത്താർ വായിക്കാറില്ല, കാരണം എൻ്റെ ബ്രദറുമായിട്ട് തെറ്റിയ പിന്നെ ഞാൻ ഈ സിത്താർ വായിക്കാറില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഷുഹൈ വീണ്ടും സമാധാനിപ്പിക്കുന്നു. അപ്പോൾ ഷുക്കിയാൻ ഇതെല്ലാം കേട്ടിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഷുഹയാണെങ്കിൽ സിയാങ്ങിനോട് പറയുകയാണ്, നീ എൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം, നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന്. പഴയ വിശേഷങ്ങളൊക്കെ ഷുഹൈ പറയുകയാണ്, നമ്മൾ ചെറുപ്പത്തിൽ നീയായിരുന്നു എന്നെ രക്ഷിച്ചിരുന്നത്, നീ എൻ്റെ കൂടെ ഉണ്ടാവണം എപ്പോഴും എന്നൊക്കെ പറയുകയാണ്. ഷുഹയുടെ മനസ്സിലൂടെ ആകെ ഒരു
അവനോടുള്ളൊരു സ്നേഹമാണ് എപ്പോഴും കാണുന്നത്. സിയാങ്ങിനാണെങ്കിൽ ഭയങ്കര പേടിയാവുകയാണ്. ഈശ്വരാ, ഇവരെയൊക്കെ കൊല്ലാനാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്, എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് അവൻ്റെ മനസ്സിൽ പിന്നെയും പിന്നെയും പറയാണ്. അതിനുശേഷം ഷുഹൈ പറയാണ്, സിത്താർ വായിക്കണമെങ്കിൽ കൈ ക്ലീൻ ആയിരിക്കണം, എൻ്റെ കൈ കഴുകിപ്പിച്ച് തരുമെന്ന് പറയാണ്. അങ്ങനെ പിന്നെ ഭയങ്കര റൊമാൻറ്റിക് സീനാണ് കേട്ടോ പിന്നെ കാണുന്നത്. സിയാങ് ഷുഹൈയുടെ കൈകൾ കഴുകിപ്പിക്കുന്നു. അത് കാണുന്നെ വേണം. ആ കൈകൾ കഴുകിപ്പിക്കുന്നത് എത്ര കഴുകിയിട്ടും തീരുന്നില്ല. എങ്ങനെ തീരാനാ? രണ്ടുപേരും വേറൊരു ലോകത്താണല്ലോ. അവർ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻസാണ്. അവർ ഇമോഷണലി കണക്ട് ചെയ്യുന്നു. ആ കൈകളിങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കുന്നു. പരസ്പരം നോക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ ഇടിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കൈകൾ അവരെ മുറുക്കെ പിടിക്കുകയാണ്. അപ്പോൾ സിയാങ്ങിന് ആകെ ഭയമാവുന്നുണ്ട്. അവൻ്റെ മനസ്സിലൂടെ കുറേ ചിന്തകൾ പോകുന്നു. എന്താണ് ഇനി ചെയ്യുക? കാരണം അവൻ അവൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഷുഹൈനെ കാണുമ്പോൾ അവനൊന്നും ചെയ്യാനും സാധിക്കുന്നില്ല. ഷുഹൈയാണെങ്കിൽ ഭയങ്കരമായിട്ട് അവനെ സ്നേഹിക്കുന്നു എന്നുള്ളത് അവൻ്റെ മുഖത്തുള്ള ആ ചിരിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഷുഹൈ പിന്നെ അവിടെ വെച്ചിട്ട് തളർന്ന് സിയാങ്ങിൻ്റെ മുകളിലേക്ക് വീഴാണ്. സിയാങ് അവനെ ചേർത്ത് നിർത്തുകയാണ്. അവിടെ നിന്ന് സിയാങ് ഷുഹൈനെ പൊക്കി പിടിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവാണ്. അവനെ പുതപ്പിച്ചിട്ട് ഭയങ്കര കെയർ ചെയ്തിട്ട്. അതിൻ്റെ ഇടയിൽ ഷുഹൈനെ കുറേ നേരം സിയാങ് നോക്കുന്നുണ്ട്. ആ ഭംഗിയിൽ അവൻ ലയിച്ചു പോകുന്നു എന്നുള്ളത് അതിന് ശരിക്കും വ്യക്തമാണ്. പിന്നെ അവനെയും കൊണ്ട് പിഗ്ഗി ബാഗും ചുമന്ന് അവൻ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവാണ്. കൊട്ടാരത്തിൽ ചെന്നിട്ട് അവിടെ അവൻ്റെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തി. കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് അവനെ അവിടെ പുതപ്പിച്ച് കിടത്തി ഭയങ്കര സൂക്ഷ്മമായിട്ട് അവനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് കുറേ വെള്ളമൊക്കെ എടുത്തിട്ട് അവനെ തുടച്ച് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഷുക്കിയാൻ അവിടെ ലേക്കിൽ അവൻ കളഞ്ഞ ഗിഫ്റ്റ് തപ്പുകയാണ്. അങ്ങനെ ഗിഫ്റ്റ് തപ്പും കുറേ നേരം. അത് കഴിയുമ്പോഴത്തേക്കും ആ ഗിഫ്റ്റ് കിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഗിഫ്റ്റ് കിട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ വയലിൻ്റെ കമ്പികൾ ഉണ്ടായിരിക്കില്ല. അങ്ങനെ അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഇതൊക്കെ നോക്കിയിട്ട് ദൂരേന്ന് നമ്മുടെ ലിങ്കർ അവിടെ നിൽക്കുന്നുണ്ട്, ഇതെല്ലാം കണ്ടുകൊണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ സീനാണ് ഈ ഒരു സീരീസിലത്തെ. നല്ലൊരു മഞ്ഞുള്ള പകല് ഒരു അംബ്രല്ലയും കൊണ്ടിട്ട് നമ്മുടെ ധ്വാൻ സിയാങ്ങിൻ്റെ പിന്നിൽ ഷുഹൈ വന്ന് നിൽക്കുകയാണ്. എന്താണ് ഇത്ര വിഷമിച്ച് നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷുഹൈ പറയാണ്, ഒന്നുമില്ല, എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ധ്വാൻ സിയാങ്ങിനോട് ഷുഹൈക്ക് പറയാണ്, ഒരു അസൂയ തോന്നുക. കാരണം ഷുഹൈക്ക് അങ്ങനെ ഒരു ബ്രദർ ഇല്ലല്ലോ, അത്രയും സ്നേഹത്തോടു കൂടി ചിന്തിക്കുന്ന ഒരു ബ്രദർ. എന്നിട്ട് ധ്വാൻ സിയാങ്ങിനോട് ഷുഹൈ പറയുന്നുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ച് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ വിചാരിക്കുന്നു നീ ഒരിക്കലും പഴയതൊന്നും ആലോചിച്ചുകൊണ്ട് പകരം വീട്ടില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ ഷുഹൈ വാക്ക് പറയാണ്, ഇല്ല, ഒരിക്കലും ഞാൻ ചെയ്യില്ല എന്ന് പറയാണ്. അങ്ങനെ അവർ തമ്മിലുള്ള ആ സീൻ അവിടെ അവസാനിക്കുകയാണ്. ഡോക്ടർ സണ്ണും ഷുഹൈ ആയിട്ടുള്ള സംസാരമാണ് പിന്നെ കാണുന്നത്. അവർ തമ്മിൽ ധ്വാൻ സിയാങ്ങിനെ പറ്റി സംസാരിക്കുകയാണ്. ഡോക്ടർ സൺ ചോദിക്കുകയാണ്, ഇപ്പോൾ നിനക്ക് ഷുഹൈ ധ്വാൻ സിയാങ്ങിന് കുഴപ്പമില്ലേ ചോദിക്കുമ്പോൾ ഷുഹൈ പറയാണ്, സിയാങ് കുഴപ്പമൊന്നുമില്ല, അവൻ പഴയതൊന്നും ആലോചിച്ച് ഇനി അവനൊന്നും ചെയ്യില്ല എന്ന്. അപ്പം തന്നെ ഡോക്ടർ സണ്ണിന് മനസ്സിലായി കാര്യം കൈവിട്ട് പോയി. പക്ഷേ ഷുഹൈയോട് പറയാണ്, നീ തീർച്ചയായിട്ടും അവനെ ശ്രദ്ധിക്കണം, ഒരിക്കലും കംപ്ലീറ്റ് വിശ്വസിക്കരുതെന്ന്. അപ്പോൾ ഷുഹൈ പറയാണ്, ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കവൻ നല്ലൊരു ഫ്രണ്ടാണ്, അവൻ എൻ്റെ കൂടെ വേണം, പഴയതൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ ഡോക്ടർ സണ്ണിന് ഭയങ്കരമായിട്ട് എന്തോ സംശയങ്ങൾ വരികയാണ്. പിന്നെ നമ്മുടെ ഷുഹൈ ബുദ്ധസന്യാസിയെ കാണാൻ പോകുന്നത് വെറുതെയല്ല, ഒരു ചിത്രവും കൊണ്ടാണ്. അത് നമ്മുടെ ധ്വാൻ സിയാങ്ങിൻ്റെ ബ്രദറിൻ്റെ ചിത്രമാണ്. അപ്പോൾ ആളെ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബുദ്ധസന്യാസി പറയാണ്, ഞാൻ എന്തായാലും നോക്കാം, ഇവിടെയുള്ള ഏതെങ്കിലും മോംസിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറയുകയാണ്. അതിനുശേഷം നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ഷുഹൈയുടെ കൂടിക്കാഴ്ചയാണ് കാണുന്നത്. നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിലും സെക്കൻഡിലൊക്കെ നമുക്ക് തോന്നും പ്രൈം മിനിസ്റ്റർ ദുഷ്ടനാണെന്ന്. പക്ഷേ അദ്ദേഹം ക്രൗൺ പ്രിൻസിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും ആൾക്കും അറിയാം ക്രൗൺ പ്രിൻസ് ഇപ്പോൾ ഭയങ്കര ഔട്ട് ഓഫ് കൺട്രോൾ ആവുകയാണെന്ന്. അപ്പോൾ ഷുഹൈ പറയാണ്, എനിക്ക് രാജഭരണം താല്പര്യമുണ്ടായിട്ടല്ല, പക്ഷേ ക്രൗൺ പ്രിൻസിൻ്റെ ഈ ഒരു സ്വഭാവത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കണം, അതുകൊണ്ട് തന്നെ പ്രൈം മിനിസ്റ്ററിനോട് കൂടെ നിൽക്കണം എന്ന് പറയാണ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ പറയാണ്, തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചത് നീ ഭയങ്കര പാവമാണെന്നാണ്, പക്ഷെ എനിക്ക് മനസ്സിലായി നീ ഒരു രാജാവാനുള്ള എല്ലാ പവറും ഉണ്ടെന്ന്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഞാൻ കണ്ടു ധ്വാൻ സിയാങ്ങിനെ നിൻ്റെ കൂടെ, പക്ഷേ ഒരിക്കലും വിശ്വസിക്കരുത്, അവനൊരു ചാരനാണ്, അവൻ ചതിക്കും എന്നൊക്കെ പറയാണ്. അപ്പോൾ ഷുഹൈ പറയാണ്, തീർച്ചയായിട്ടും ഞാൻ അവനെ വീക്ഷിക്കുന്നുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ അവൻ കൂടെ വേണമെന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമാണെന്ന് പറയാണ്. പിന്നെ നമ്മൾ കാണുന്നത് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു സീനാണ്. നമ്മുടെ മഴയത്ത് നമ്മുടെ ഷുഹൈ നനഞ്ഞിരിക്കുകയാണ്. ആ നനഞ്ഞിരിക്കുന്ന മഴയിൽ കുടയൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സിയാങ് ആ സമയത്ത് വേഗം ഷുഹൈയുടെ അടുത്തേക്ക് വരികയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിഷ്വലാണ് കേട്ടോ. ഷുഹൈ ഭയങ്കര ഇമോഷണൽ ആയിട്ടിരിക്കുകയാണ്.
സിയാങ് ഷുഹയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഷുഹ ചോദിക്കുന്നുണ്ട്, നീയെങ്കിലും എന്നെ വിട്ടുപോകാതിരിക്കില്ലേ? എൻ്റെ ബ്രദറിനെ പോലെ ഒരിക്കലും നീ എൻ്റെ കൂടെ നിൽക്കാതിരിക്കില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഷുഹ പറയാണ്, ഞാൻ ഉറപ്പായിട്ടും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, നിന്നെ വിട്ട് ഞാൻ പോവില്ല എന്ന്. ഭയങ്കര, അതായത് പ്രേമമാണെന്ന് പറയാതെ പറയാമെന്ന് പറയില്ലേ, അതുപോലൊരു ബന്ധമാണ് നമ്മളിവിടെ കാണുന്നത്. ഷുഹയ്ക്ക് ഇപ്പോൾ സെക്യൂരിറ്റി എന്ന് പറയുന്നത് മുഴുവൻ സിയാങ്ങാണ്. സിയാങ് പറയാണ്, ഒരിക്കലും ഞാൻ പോവില്ല എന്ന്. അങ്ങനെ അവർ പരസ്പരം പ്രോമിസ് കൊടുത്തുകൊണ്ട് ആ ഒരു ഇമോഷണലായിട്ടുള്ള ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇനി എപ്പിസോഡ് 3 വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണേ. സോ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് സപ്പോർട്ട് മീ. സോ താങ്ക് യു ഓൾ. അടുത്ത ദിവസം